ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ കാണിക്കാണ്. പ്ലാസ്റ്റിക് സർജറി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ ആണ്. അതിലേക്ക് ഡേയങ് എന്ന പേരുള്ള ഒരു ഡോക്ടറും കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് വരും. ഒരുപാട് കഴിവുകളുള്ള ഡോക്ടറായിട്ട് പോലും പുള്ളിക്കാരൻ ഭയങ്കര അൺലക്കിയാണ്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് എല്ലാവരുടെ അടുത്തും നോർമലായിട്ട് തന്നെ പെരുമാറും. ഇപ്പൊ തന്നെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് എങ്ങനെയുണ്ടടാ, ഓക്കെ അല്ലേ, നിന്റെ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. ആടാ, എന്റെ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല, നീ പുതിയതായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കും. ആടാ, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് പറയും. ഓ, നല്ല തിരക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ടാണോ വീക്കിലി ഒരു പേഷ്യന്റിനെ മാത്രം നീ ചെക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്രണ്ട് നല്ല രീതിക്ക് കളിയാക്കും. അയാളുടെ ഉള്ളില് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഞാനേ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ പേഷ്യൻസിനെ നോക്കാതെന്നും പറഞ്ഞ് ഒന്ന് ഹാൻഡിൽ ചെയ്യും. എടാ, നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് എന്റെ മുമ്പിൽ അധികം സീനൊന്നും കാണിക്കണ്ട. നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു ക്ലിനിക്കിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാൻ നോക്ക്. നമ്മുടെ ജംഗോ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ക്ലിനിക്കിനെ പറ്റി പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ വലിയൊരു പ്ലാസ്റ്റിക് സർജൻ ആയിട്ട് നിൽക്കുവാണ്. അവനിപ്പോ എന്തൊരു ഫേമസ് ആണ്. അതേപോലെ ഫോളോ ചെയ്ത് നീയും നിന്റെ ക്ലിനിക്ക് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ നോക്കുന്ന ഫ്രണ്ട് പറയും. എന്താടാ നീ പറയുന്നത്? നമ്മുടെ ഡിവിഷനിൽ അവൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നതുകൊണ്ട് മാത്രമാണ് അവനിപ്പോ ഒരു സെലിബ്രിറ്റി ഡോക്ടറായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് അവന്റെ കയ്യിൽ വലിയ കഴിവൊന്നുമില്ല. എന്തായാലും നമുക്കും വലിയ ലക്കുണ്ടാന്ന് നോക്കാം. ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നേറി വരാൻ ശ്രമിക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മാറി നിൽക്കും. ആ ടൈമിനാണ് നമ്മുടെ ഹീറോ ജംഗോ വന്ന് പുള്ളിക്കാരന്റെ ഷോൾഡറിൽ തട്ടുന്നത്. ആയ് മച്ച, എന്തെടുക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിയാണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് ഫൈൻ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് ഒരു ചെയർ വലിച്ച് ഇരിക്കാനായിട്ട് നോക്കും. ജംഗോയാണെങ്കിൽ നൈസായിട്ട് ആ ചെയറിലേക്ക് കയറിയിരിക്കും. ഇത് കണ്ട് പുള്ളിക്കാരൻ അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാണ്ട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് വൈൻ അതിലേക്ക് ഒഴിക്കും. അതും നമ്മുടെ ജംഗോ നൈസായിട്ട് അടിച്ചു മാറ്റും. ഇതും കൂടി ആവുമ്പോ പുള്ളിക്കാരന് ഭയങ്കര അപ്സെറ്റ് ആകും. എന്താ നീ കാണിക്കുന്നത്? വന്നപ്പോ മുതൽ നീ ഇത്തിരി ഓവറായിട്ടാണ് പോകുന്നത്. ഞാൻ ഇരിക്കാനായിട്ട് ചെയർ വലിച്ച അതിലേക്ക് വന്നിരിക്കും. ഇപ്പതേ വൈൻ ഒഴിച്ചപ്പോഴും അതും എടുത്തോണ്ട് പോകുന്നു. എന്താ നിനക്ക് നാണോന്നില്ലേ? നിന്റെ ഇങ്ങനത്തെ സ്വഭാവത്തിന് നീ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി പ്രാകുന്ന പോലെ സംസാരിക്കും. ആ ടൈമിനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് സർജനുള്ള അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. അതും നമ്മുടെ ഹീറോന്റെ പേര്. ഹീറോയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെന്ന ആ അവാർഡൊക്കെ വാങ്ങും. ഇത് കണ്ടിട്ട് എങ്ങനെ ഫേസ് അങ്ങനെ തന്നെ മാറും. അപ്പൊ അടുത്തിരുന്ന ഫ്രണ്ട്, എന്താടാ നീ എന്തോ അവൻ നന്നാവില്ല എന്നും പറഞ്ഞ് ഒരുമാതിരി ശാപം കൊടുക്കുന്ന പോലെ സംസാരിച്ചതല്ലേ ഉള്ളൂ. അപ്പതേ ഹെൽത്ത് മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ഡോക്ടറിനുള്ള അവാർഡ് ദേ അവൻ വാങ്ങുന്നു. എന്താ നിനക്ക് ഇത് കണ്ടിട്ട് കുശുമ്പാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കോ കുശുമ്പോ? എനിക്കൊരു കുശുമ്പും ഇല്ല. അവൻ ഇത്രയും ഫെയിം വെച്ചിട്ടാണ് ഈ ഒരു അവാർഡൊക്കെ വാങ്ങിയത്. അല്ലാണ്ട് അവന്റെ കയ്യിൽ വലിയ കഴിവൊന്നുമില്ല. എപ്പോ ഇവന്റെ ഈ ഫെയിം കുറയുന്നോ ആ ടൈമിനാണ് ജീവിതം എന്താണെന്ന് അവൻ അറിയാൻ പോകുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ശാപം കൊടുക്കുന്ന പോലെ ഡേയങ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് നമ്മുടെ ഹീറോ സ്പീച്ച് കൊടുക്കാനായിട്ട് തുടങ്ങും. ഞാനൊരു നോർമൽ പ്ലാസ്റ്റിക് സർജനാണ്. ജീവിതമോ മരണമോ എന്നുള്ളൊരു പോരാട്ടമോ ഒന്നും ഞങ്ങളുടെ കാറ്റഗറിയിലില്ല. പൊതുവെ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാവരും അവരുടെ ഉള്ളില് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ട് വരുന്നവരാണ്. ഞാനും അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ സങ്കടങ്ങൾ തീർക്കാനായിട്ട് ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു സമൂഹ സേവയായിട്ടാണ് ചെയ്യുന്നതെന്നും പറഞ്ഞൊരു സ്പീച്ച് അങ്ങോട്ട് കൊടുക്കും. ഹീറോന്റെ സ്പീച്ച് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും മതിമറന്നു പോയിട്ട് ക്ലാപ്പ് ഒക്കെ ചെയ്യും. ഡേയങ്ങും മനസ്സോടെ ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോനെ പറ്റി നല്ല രീതിക്ക് കുശുമ്പ് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫ്രണ്ടും, എന്താടാ നിനക്കിപ്പോ അവനെ ഓർത്ത് ജലസാവുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്തിനാണ് അവനെ പറ്റി ഓർത്ത് ജലസാവുന്നത്? അങ്ങനെയൊന്നുമില്ല, അവന് വലിയ കഴിവൊന്നുമില്ല എന്നും പറഞ്ഞ് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഉള്ളില് പുള്ളിക്കാരന് നല്ല ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോ ഇങ്ങനെ അവാർഡ് വാങ്ങിയ കാര്യം അവന്റെ യൂട്യൂബ് ചാനലില് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അതാണെങ്കിൽ വൻ വൈറലായി 1 മില്യൺ വ്യൂസ് ഒക്കെ പോകും. ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഹീറോയും ഫ്രണ്ട്സും കൂടി പുറത്ത്
അപ്പുറത്തുള്ള ഒരു ബാറിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഹീറോ ഇവരുടെ അടുത്ത് നന്ദിയൊക്കെ പറയും. നിങ്ങൾ കറക്റ്റ് ടൈമിന് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നത് കൊണ്ടാണ് ഇപ്പോ അത് ഹിറ്റ് അടിച്ചു പോകുന്നത്. നിങ്ങൾക്കാണ് എല്ലാ താങ്ക്സും, ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയും. ഹേയ്, നീ അങ്ങനെ ഞങ്ങൾക്ക് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റീയൂണിയൻ പാർട്ടിക്ക് നീ വാ. നമ്മുടെ കൂടെ പഠിച്ച മിൻഹു എന്ന് പേരുള്ള പയ്യനെ നീ ഓർക്കുന്നുണ്ടോ? അവൻ അടുത്ത സ്ട്രീറ്റിൽ ഒരു ബാർബിക്യൂ ഷോപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് റീയൂണിയൻ പാർട്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് റീയൂണിയൻ പാർട്ടിക്ക് പോവാന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ പറയും. ആ ഓക്കെ, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ആ ടൈമിന് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ജങ്കു പറയും. അപ്പൊ തന്നെ ഫ്രണ്ട്സും, എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് അഭിനയിച്ചോണ്ടിരിക്കുന്നത്? റീയൂണിയന് വന്നു കഴിഞ്ഞാല് നീ നിന്റെ എക്സിനെ വീണ്ടും കാണേണ്ടി വരും. അത് പേടിച്ചല്ലേ ഇത്രയും റീയൂണിയൻ നീ അവോയ്ഡ് ചെയ്തേന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ അവളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ഇതുവരെയായിട്ടും കണ്ടിട്ടേ ഇല്ല. അവള് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അവള് ജീവിച്ചു പോയിക്കോളൂ എന്ന് ഹീറോയും പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഹാനുവലിനെ കാണിക്കാണ്. ജങ്കു പറഞ്ഞ പോലെയൊന്നുമല്ല, പുള്ളിക്കാരുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണ്. റീസെന്റ് ആയിട്ട് ചെയ്ത പ്രോജക്റ്റ് പോലും ഫെയിൽ ആയിട്ട് ഹാനുവൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡീൻ വിളിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ ഹാനുവൽ ഇതെല്ലാം കേട്ട് ഭയങ്കര വിക്സ് ആയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ഇതെല്ലാം കേട്ട് ഹീറോയിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് ഒരു നഴ്സ് ഓടി വന്നിട്ട് സീനിയർ ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്ന സർജറി നിങ്ങളോട് ഏറ്റെടുത്തിപ്പോ ചെയ്യാൻ പറഞ്ഞു എന്ന് ഹാനുവലിന്റെ അടുത്ത് പറയും. ഇത് കേട്ട് കൊളീഗ്സും ഇതെന്ത് ന്യായമായി പറയുന്നത്? എന്തായാലും ഹാനുവല് ആ സർജറി ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാല് അത് തീരുമ്പോ ഏകദേശം രാത്രിയാകും. ഇപ്പോഴാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹാനുവൽ ഇറങ്ങിയത്. അപ്പോ റെസ്റ്റ് എടുക്കാണ്ട് എങ്ങനെയാ സർജറി ചെയ്യുന്നത്? അതെന്തായാലും പറ്റില്ല എന്ന് നീ ചെന്ന് പറഞ്ഞേക്കെന്ന് പറയും. അപ്പൊ തന്നെ ഹാനുവൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്തൊക്കെ വന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ, നമ്മുടെ സീനിയേഴ്സ് പറയുന്നത് നമ്മൾ അനുസരിക്കണം, അതല്ലേ വിധി എന്നും പറഞ്ഞ് ഹാനുവലും വേറൊന്നും പറയാണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹാനുവലിന്റെ വീട്ടിൽ കാണിക്കാണ്. ഹാനുവലിന്റെ അമ്മ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കി ടേബിളും മേലേക്ക് കൊണ്ടുവന്ന് വെക്കും. ഇതാണെങ്കിലോ ഹാനുവലിന്റെ ബ്രദർ കണ്ടിട്ട്, ഇതെന്താണ് ഇന്നും വെജിറ്റേറിയൻ ആണോ? ഇവിടെ ബീഫോ മട്ടനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് കുക്ക് ചെയ്തതാന്ന് പറയും. അപ്പൊ തന്നെ അമ്മ, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, കഴിച്ചില്ലേലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ബ്രദറിനെ മൈൻഡ് ചെയ്യാണ്ട് പോകും. ആ ടൈമിനാണ് ഹാനുവല് ഭയങ്കര ടയേർഡായിട്ട് അകത്തേക്ക് കയറി വരുന്നത്. ഇത് കാണുമ്പോ തന്നെ അമ്മ, അയ്യോ എന്റെ പൊന്നുമോള് കയറി വന്നു, ഭയങ്കര ടയേർഡായിട്ടുണ്ടല്ലോ, മോക്ക് എന്ത് വേണമെങ്കിലും അമ്മ കുക്ക് ചെയ്ത് തരാം, മോള് പോയി ഫ്രഷ് ആയിട്ട് വാന്ന് പറയും. എനിക്ക് എന്തായിരുന്നാലും കുഴപ്പമില്ല അമ്മ എന്നും പറഞ്ഞ് ഹാനുവൽ ഭയങ്കര ടയേർഡായിട്ട് കിടക്കും. എന്തായാലും മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, അമ്മ മോൾക്ക് വേണ്ടിയിട്ട് മീറ്റ് കുക്ക് ചെയ്ത് തരാന്നും പറഞ്ഞ് കിച്ചണിലേക്ക് നടക്കും. ഇത് കാണുന്ന ബ്രദറും, അല്ല ഞാൻ ചോദിച്ചപ്പോ എനിക്ക് വെജിറ്റേറിയൻ മാത്രമല്ലേ അമ്മ ഉണ്ടാക്കി തന്നുള്ളൂ, ഇപ്പൊ ഇവിടെ നിന്ന് ഈ മീറ്റ് വന്നു എന്നിങ്ങനെ ചോദിക്കും. പിന്നെ ഒരു ജോലിക്കും പോവാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് തിന്നുന്ന നിനക്ക് ഞാനിനി മീറ്റ് കുക്ക് ചെയ്ത് തരാം, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോ ഹീറോയിനും ഫ്രഷപ്പ് ആയിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരും. ആ മോള് ഫ്രഷപ്പ് ആയിട്ട് വന്നു, ഞാനേ ഒരു കാര്യം പറയാനിരിക്കുവായിരുന്നു. ഞാനൊരു പയ്യനെ കണ്ടെത്തിയിട്ടുണ്ട്, കാണാൻ നല്ല ഹാൻസം ആണ്, അതുമല്ലാണ്ട് അവൻ ഡോക്ടർ കൂടിയാണ്, എന്തായാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറയും. ആ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹാനുവലും അവിടെ ചെയറിലേക്ക് ഇരിക്കും. അപ്പൊ തന്നെ അമ്മ, മോളെ ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഹാനുവലും, ഫുഡ് കഴിക്കുന്ന കാര്യമല്ലേ നിന്നെ ചോദിക്കും. അപ്പൊ തന്നെ ബ്രദർ, എന്റെ പൊന്നു ചേച്ചി, അമ്മേ ചേച്ചിനെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള പ്ലാനും കൊണ്ടാ വന്നത്, അതുപോലും മനസ്സിലാക്കാണ്ട് വന്നിരിക്കുവാണല്ലോ എന്നും പറഞ്ഞിട്ട് ബ്രദർ ഹാനുവലിനെ കളിയാക്കും. ആ ടൈമിനാണ് ഹാനുവലിന് വീണ്ടും വയറ് വേദനിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇത് കാണുമ്പോ അമ്മ, അല്ല മോളെ നിനക്ക് എന്ത് പറ്റി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, ജസ്റ്റ് ഒരു വയറുവേദനയാണ്, അല്ലാണ്ട് എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരും. എന്തോ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാണ് പറയുന്നത്. ഇത് കേട്ട് ഹാനുവലും ഒരു വായ പോലും ഫുഡ് കഴിക്കാണ്ട് അവിടെ നിന്ന് ധൃതി കൂടാനായിട്ട് തുടങ്ങും. ഈ ഗ്യാപ്പ് യൂസ് ചെയ്ത് ബ്രദർ ആണെങ്കിലോ ആ മീറ്റൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന അമ്മക്ക് ഭയങ്കര ടെൻഷനായിട്ട്, എന്താടാ നീ കാണിക്കുന്നത്, എന്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ച മീറ്റാണ്, നീ എന്ത് പണിയായി കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് അമ്മ ഓടിച്ചിട്ട് ബ്രദറിനെ തല്ലാനായിട്ട് തുടങ്ങും. എന്തായാലും കുക്ക് ചെയ്ത മീറ്റ് കഴിച്ചു തീർക്കണോന്നുള്ള സന്തോഷത്തില് ബ്രദറും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും.
അതേ ടൈം ഹീറോയിനും ധൃതി പിടിച്ചോടുന്ന ഗ്യാപ്പില് പുള്ളിക്കാരിയുടെ കാലിൽ കിടന്ന ക്രോക്സ് പോലും മിസ്സാകും. അതുപോലെ ശ്രദ്ധിക്കാണ്ട് ഓടുന്ന കാണുമ്പോ അങ്കിൾ ആ ക്രോക്സ് എടുത്തു കൊടുത്ത് സേഫ് ആയിട്ട് പോയിട്ട് വാന്നും പറഞ്ഞിട്ട് ഒരു ഉപദേശമൊക്കെ കൊടുത്തു വിടും. ഹാനുവിൽ ഇങ്ങനെ വർക്ക് പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അങ്കിളിന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അതേ ടൈം ഹീറോയാണെങ്കിലോ അവന്റെ ജോലിയിൽ ഭയങ്കര ബിസിയാണ്. ഒരു വശത്ത് സമൂഹ സേവ ചെയ്യുന്നുണ്ട്, മറുവശത്ത് യൂട്യൂബ് ചാനലിലൂടെ തന്റെ പേഷ്യൻസിന്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അതിന്റെ കൂടെ താൻ തന്നെ റിസർച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഫേസ് മാസ്കും കൂടി ലോഞ്ച് ചെയ്യും. അതാണെങ്കിലോ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച് ഒരുപാട് സെയിലും ആകും. ഇങ്ങനെ കൊറിയയില് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ ഉണ്ടെന്നറിഞ്ഞ് ചൈനയിലുള്ള ഭയങ്കര ക്യാഷുകാരി പെണ്ണ് ഹീറോന്റെ അടുത്ത് സർജറിക്കായിട്ട് വരും. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കറപ്ഷനും ചെയ്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ജങ്കു പറഞ്ഞും കൊടുക്കും. ഇത് കേട്ട് ആ പെൺകുട്ടിയും ഇംപ്രസ് ആയി സർജറിക്കായിട്ട് ഓക്കെ അടിക്കും. അങ്ങനെ ഹീറോയും സർജറിക്കായിട്ടുള്ള ഡേറ്റ് ഒക്കെ കൊടുത്ത് ആ പെൺകുട്ടിനെ പറഞ്ഞു വിടും. അതേ ടൈം ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിന്റെ അടുത്ത് ആ ഹോസ്പിറ്റലിലെ ഡീൻ വരും. നീ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും ഞാൻ കാണുന്നുണ്ട്, നല്ല ഇംപ്രസീവ് ആണ്. സോ നീ ഡോക്ടർ യുവിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് റെഡിയാക്കി തരണോന്ന് പറയും. പാവം നമ്മുടെ ഹാനുവള് ഇതിനെന്ത് മറുപടി കൊടുക്കണോന്ന് അറിയാൻ പാടില്ലാണ്ട് ഒന്ന് വിഷമിച്ച് നിൽക്കും. ഓൾറെഡി ഒരുപാട് വർക്ക് പ്രഷർ ഹീറോയിനുണ്ട്, അതിന്റെ കൂടെ ഇതും കൂടി ആകുമോ എന്നുള്ള രീതിയിൽ നിൽക്കാണ്. പക്ഷെ ആ ഡോക്ടർ ആണെങ്കിൽ വിടുന്ന ലക്ഷണമൊന്നുമില്ല. എനിക്കറിയാം നിനക്ക് ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന്, നീ എന്തായാലും ഇതെടുത്ത് ചെയ്യുമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകും. ഹീറോയിന് ദേഷ്യം വരുന്നോ ഇല്ലയോ, കൊളീഗ്സിന് രണ്ടുപേർക്കും വല്ലാത്ത ദേഷ്യമൊക്കെ വരും. ഓൾറെഡി ഒരുപാട് വർക്ക് ലോഡ് തന്ന് നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ ഇതും കൂടി, നിനക്കൊന്ന് എതിർത്ത് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്, അവരൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലേ, അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് എതിർക്കാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോഴാണോ എതിർക്കാനായിട്ട് പാകമാവുന്നത്, ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്, അപ്പൊ മാത്രമേ എതിർക്കാനായിട്ടുള്ള വോയിസും നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി എന്തായാലും വേറെ നിവർത്തിയില്ല, ആ പ്രോജക്റ്റ് ഞാനെടുത്ത് ചെയ്തോളാന്ന് പറയും. ആ ടൈമിന് വീണ്ടും സിവിയർ ആയിട്ടുള്ള വയറുവേദന ഹാനുവിന് വരും. ഇത് കാണുന്ന ഫ്രണ്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, നമുക്ക് ഒരു സ്കാൻ എടുത്ത് നോക്കിയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ ഇപ്പൊ എന്തായാലും വേണ്ട, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ചെല്ലാന്ന് പ്രോമിസ് കൊടുത്തതാണ്, എന്തായാലും ഞാൻ അവിടെ പോയി വന്നതിന് ശേഷം നമുക്ക് എന്തായാലും സ്കാൻ എടുക്കാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി വയറും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് പോകും. ആ ടൈമിനാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഹീറോയിൻ വയറും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ചുറ്റുമുള്ളവരെല്ലാവരും നോർമലായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് ഭയങ്കര വിഷമിച്ച് നടക്കുമ്പോഴാണ് ഫ്രണ്ട് കോള് ചെയ്യുന്നത്. നീ പറഞ്ഞ ആ റെസ്റ്റോറന്റിലേക്ക് ഞാൻ പോയായിരുന്നു, ആ ഒരു റെസ്റ്റോറന്റ് കണ്ടിട്ട് പഴയ കൈപ്പാർന്ന ഓർമ്മകളൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ആ റെസ്റ്റോറന്റ് വേണ്ട, വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല മോളെ, എനിക്ക് ഇനി ഒരു അടി എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല, നീ എന്തായാലും അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ എത്തുമെന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോകും. ആ ടൈമിനാണ് സിവിയർ ആയിട്ടുള്ള വയറുവേദന വന്ന് ഹാനുവൽ അവിടെ നിലത്ത് വീണു പോകുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് ഹാനുവലിന് നേരെ പാഞ്ഞു വരികയും ചെയ്യും. പക്ഷേ ആ ഡ്രൈവർ പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിച്ച് ഹീറോയിനെ ഇടിക്കാണ്ട് രക്ഷപ്പെടുത്തും. ഇത് കണ്ടുകൊണ്ട് നിന്ന എല്ലാവരും തന്നെ ഹീറോയിന് ചുറ്റും വളഞ്ഞു കൂടി നിൽക്കും. പെട്ടെന്ന് തന്നെ ഫ്രണ്ടും വന്ന് ഹീറോയിനെ ചെക്ക് ചെയ്ത്, ഞാനും ഒരു ഡോക്ടറാണ്, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം, എന്നാലേ ഇവളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഫ്രണ്ട് തന്നെ ഹീറോയിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതേ ടൈം ഹീറോയിനെ കാണിക്കാണ്. ഹീറോ ആ പണക്കാരി പെണ്ണിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് ആ പെൺകുട്ടി ബ്ലഡ് വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് വല്ലാണ്ട് നെർവസ് ആയിട്ട് നിൽക്കും. സർജറി ചെയ്യാനായിട്ട് ഫേസിലൊക്കെ ഓരോ കീറലുകളൊക്കെ ഇട്ടിട്ടുണ്ടാകുമല്ലോ, അതിൽ നിന്ന് പോലും ബ്ലഡ് ഭയങ്കരമായിട്ട് ചീറ്റി വരാനായിട്ട് തുടങ്ങും. ഹീറോയിൻ നേഴ്സും കൂടി ആ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൂടെ നിൽക്കുന്ന അനസ്തേഷ്യ ഡോക്ടർ മാത്രം ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ട് വെറുതെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ടൈമിന് റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട് ബ്ലഡ് വരുന്ന എല്ലാ സ്ഥലവും ബാൻഡേജ് ഇട്ട് ചുറ്റിക്കെട്ടാനായിട്ട് തുടങ്ങും. പെട്ടെന്നാണ് ആ പെൺകുട്ടിക്ക് അറ്റാക്കും കൂടെ ഇതിന്റെ കൂടെ വരുന്നത്. ഹീറോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ആ പെൺകുട്ടിക്ക് CPR കൊടുത്തുകൊണ്ട് തന്നെ വേഗം 911 കോള് ചെയ്യും. നമുക്ക് ഈ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈം കൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ കിടന്ന് തന്നെ മരിച്ചും പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഹീറോയും ഭയങ്കര നെർവസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും.
എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.